ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക്കിന് പുറമെ ചില ഉൾപ്പെടെയുള്ള മറ്റ് അജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്നുണ്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം. ഇത് സംബന്ധിച്ച് പരാതി വരുന്ന സാഹചര്യത്തിൽ തദ്ദേശ വകുപ്പ് ഡയറക്ടറാണ് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഉത്തരവ് നൽകിയത്. ജില്ലയിൽ നിശ്ചിത കേന്ദ്രങ്ങൾ വീട്ടുടമ എത്തിക്കണമെന്ന് ചിലയിടങ്ങളിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആവശ്യപ്പെട്ടതായി പരാതിയുണ്ടായിരുന്നു. 2023 മാർച്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ചില്ലു ശേഖരണം ഹരിതകർമ്മ സേനയുടെ ഉത്തരവാദിത്യമാണ്. ഇവ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ട്രോളി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും ഉത്തരവിലുണ്ട്. ഹരിതകർമ്മ സേനയ്ക്കുള്ള പാഴ്വസ്തു ശേഖരണ കലണ്ടർ വീണ്ടും അച്ചടിച്ച് നൽകുന്നതിനുള്ള ശ്രമവും തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങി. ഇതുപ്രകാരം ഓരോ മാസവും ശേഖരിക്കുന്ന മാലിന്യം ഏതെന്ന് മുൻകൂട്ടി അറിയിക്കണം. പ്ലാസ്റ്റിക് ശേഖരിക്കാൻ മാത്രം വീടുകളിൽ നിന്ന് മാസം തോറും 50 രൂപ ഈടാക്കുന്നതിനെതിരെ ചിലയിടങ്ങളിൽ പ്രതിഷേധം ഉയർന്നു വരുന്നിരുന്നു. സ്ഥാപനങ്ങൾക്ക് ഇത് 100 രൂപയാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആക്രിക്കാർക്ക് കൊടുത്താൽ വില കിട്ടുമെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഇതിലുപരി ജലാശയങ്ങളിലും പൊതുവിടങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടുന്നതും തദ്ദേശ വകുപ്പിന്റെ പുതിയ നിർദ്ദേശത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് സൂചന. ജനുവരി ജൂലൈ മാസത്തിൽ ഇ വേസ്റ്റ്, ഫെബ്രുവരി മാസത്തിൽ തുണി മാലിന്യം, മാർച്ച് ഒക്ടോബർ ആഭ്യന്തരമായ ഈ മാലിന്യങ്ങൾ, പിക്ചർ ട്യൂബ്, ബൾബ് ട്യൂബ്, ഏപ്രിൽ നവംബർ മാസത്തിൽ ചെരുപ്പ്, ബാഗ്, തെർമോകോള്, തുകല്, അപ്ഹോൾസ്റ്ററി വേസ്റ്റ്, പ്ലാസ്റ്റിക്, പായ, മെത്ത, തലയണ തുടങ്ങിയവ. മെയ് ഡിസംബർ കുപ്പി, ചില്ല് മാലിന്യങ്ങൾ. ജൂണിൽ ടയർ, ഓഗസ്റ്റ് പോളി എത്തിലീൻ, പ്രിന്റിംഗ് ഷീറ്റ്, സ്ക്രോപ്പ് ഇനങ്ങൾ, സെപ്റ്റംബർ മരുന്ന് സ്ട്രിപ്പ് എന്നിങ്ങനെയാണ്.